ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് കൊച്ചടുക്കളയിൽ തന്നെയാണ്. ഒരുപാട് പേർക്ക് കൊച്ചടുക്കള ഇഷ്ടമാണ്. എന്തായാലും ടെറസ് കിച്ചണിൽ പോകാതിരിക്കുന്നില്ല, പോകുന്നുണ്ട്. ഇപ്പോൾ സമ്മർ വരാൻ പോവാണ്. നമ്മുടെ നാട്ടിൽ ചെറുതായിട്ട് ചൂടൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫെബ്രുവരി പകുതിയോടുകൂടി നല്ല ചൂടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജനുവരി എൻഡ് ആയപ്പോൾ തന്നെ ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരി പകുതി വരെ പോകുമെന്ന് തന്നെ അറിയില്ല. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലൊക്കെ കടും വേനലാണ് നമ്മുടെ നാട്ടിൽ. മെയ് ഒക്കെ ഏതാണ്ട് മെയ് അവസാനം പകുതിക്ക് ശേഷം വരെ മഴ വരുന്നവരെ വേഴാമ്പലുകളായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും. ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? പാനീയങ്ങൾ തന്നെയാണ്. ധാരാളം വെള്ളം കുടിക്കണം. അതൊരു മസ്റ്റാണ്. ഏത് ഫോമിലാണെങ്കിലും കുടിക്കാം. ഇപ്പം മോരും വെള്ളമായിട്ട് കുടിക്കാം, നാരങ്ങ വെള്ളമായിട്ട് കുടിക്കാം, പലതരം ജ്യൂസുകളും എന്താ പറയുക, ഫ്രൂട്ട് ജ്യൂസുകൾ എല്ലാം കഴിക്കാൻ പറ്റുന്നൊരു സമയമാണ്. കഴിക്കണം എന്നാണ്, ഹൈഡ്രേറ്റ് ചെയ്യണ്ടേ നമ്മളെ തന്നെ. അപ്പോൾ ഇപ്പോൾ പറ്റിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സ്ക്വാഷൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളത് ഡൈല്യൂട്ട് ചെയ്ത് കഴിച്ചാൽ, നിറച്ച് ഐസൊക്കെ ഇട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലാതെയും കഴിക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ സ്ക്വാഷൊക്കെ കടയിൽ നിന്ന് വാങ്ങണതിനെക്കാട്ടി ഉണ്ടാക്കിയാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നാരങ്ങ വെച്ചിട്ട് ജിഞ്ചർ ലെമൺ സ്ക്വാഷ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഗുണമാവുമല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലേക്കും തയ്യാറാക്കി വെക്കുന്നു, കൂട്ടത്തിൽ നിങ്ങൾക്കായിട്ട് അത് കാണിച്ചു തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് അളവെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു 25 വലിയ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഒരു 1.5 കിലോ പഞ്ചസാര റെഡിയാണ്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു പ്രാവശ്യം ഞാൻ പൈനാപ്പിൾ സ്ക്വാഷ് ഉണ്ടാക്കണ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് അരച്ചതാണ്, ഇഞ്ചി അരച്ചത്. അപ്പോൾ എല്ലാം നമ്മൾ ഫ്രഷ്ലി മെയ്ഡാണ്, അതുകൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ കാര്യങ്ങളുമില്ല. പിന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ, ഈ സിറപ്പ് സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് പ്രിസർവേറ്റീവിൻ്റെ ആവശ്യമില്ല. കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോൾ പ്രിസർവേറ്റീവ് ഇല്ലാതെയും സൂക്ഷിക്കാം. ഇനി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 4-5 ബോട്ടിലോ, ഇതിപ്പോൾ ഞാനൊരു 25 നാരങ്ങയല്ലേ കാണിക്കുന്നത്, നിങ്ങൾക്ക് ഒരു 100 നാരങ്ങ 200 നാരങ്ങയിലൊക്കെ ഉണ്ടാക്കാൻ തോന്നിയാൽ, ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതൊക്കെ ബിസിനസ്സായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണം തോന്നുകയാണെങ്കിൽ പ്രിസർവേറ്റീവും കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും. അതിന് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം മെറ്റാബൈസൾഫൈറ്റാണ്. അതും കൂടി ചേർത്ത് പ്രിസർവേറ്റീവാണ്. ഇത് സൂക്ഷിക്കാൻ കേടാകാണ്ട്. പക്ഷേ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കേടാകാണ്ട് തന്നെ ഇരിക്കരുത്. ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ. അത് നമ്മൾ പെട്ടെന്ന് തന്നെ കുടിച്ച് തീർക്കും. കുറേശ്ശെ ഒരു 1/4 ഭാഗത്തോളം എടുക്കുക, 3/4 ഭാഗം വെള്ളം നിറയ്ക്കുക, അല്ലെങ്കിൽ 1/2 ഭാഗം വെള്ളം നിറച്ചിട്ട് കുറച്ച് ഐസ് വിടുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ജോലി എന്ന് പറയണത് ഒരു ചരുവത്തിലേക്ക് പഞ്ചസാര 1.5 കിലോ, അതിനെ ഒന്ന് അലിയിക്കണം. അതിൻ്റെ കൂടെ 2 കപ്പ് വെള്ളം, അതോടൊപ്പം തന്നെ നമ്മുടെ ഇഞ്ചി പേസ്റ്റ് 4 ടേബിൾ സ്പൂണും ചേർക്കണം. ഇതെല്ലാം കൂടി ഒന്നിച്ച് കിടന്ന് അലിഞ്ഞ് ഒരു സിറപ്പ് രൂപത്തിൽ ആകണം. ടോട്ടൽ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി പഞ്ചസാര അലിഞ്ഞ് കഴിയുമ്പോൾ അത് ലൂസായി വരും. ഇനി അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഇപ്പോൾ നോക്കിയേ, പഞ്ചസാരയെല്ലാം അലിഞ്ഞു. ഇഞ്ചി പേസ്റ്റും പഞ്ചസാരയും ആ ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർന്നിപ്പോൾ ഇങ്ങനെ ലൂസായി. ഇത് നല്ല സിറപ്പി ആകണം. ഇതിപ്പോൾ നല്ല സിറപ്പാണ്, പക്ഷേ ഒന്നുകൂടി ഒന്ന് കൊഴുക്കണം. കൊഴുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് തണുക്കാനായിട്ട് വയ്ക്കും. തണുത്ത് കഴിഞ്ഞിട്ട് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് നന്നായിട്ട് തണുത്തിട്ട് മാത്രം നാരങ്ങാനീര് ചേർക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇതൊന്നുകൂടി ഒന്ന് കൊഴുത്ത് കുറച്ചുകൂടി ഒരു തിക്ക് സിറപ്പാകട്ടെ. ഏതാണ്ട് ഒരു തേൻ പരുവം ആകുക എന്ന് പറയില്ലേ, ആ ഒരു തേൻ്റെ പാകം. ഇതിപ്പോൾ നല്ല ഇഞ്ചി മുട്ടായിയുടെ ടേസ്റ്റ് പോലെയുണ്ട്. ഈ പഞ്ചസാരയും ഇഞ്ചിയും കൂടി കിടന്നിങ്ങനെ തിളയ്ക്കുമ്പോൾ ഇറ്റ്സ് നൈസ്. ആ പ്രിസർവേറ്റീവ് ചേർക്കുന്ന ഏറ്റവും ലാസ്റ്റാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്ത് മിക്സ് ചെയ്ത് ചേർക്കാം. ആക്ച്വലി ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സ്ക്വാഷ്, ജാം, അങ്ങനത്തെയൊക്കെ. പക്ഷെ പലപ്പോഴും നമ്മൾ മെനക്കെടാറില്ല. പക്ഷേ ഇതിങ്ങനെ പ്യുവറായിട്ട് നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എല്ലാ ബ്ലോഗ്സ് സെർച്ച് ചെയ്താൽ മതി, പൈനാപ്പിൾ സ്ക്വാഷ് അതിനകത്തുണ്ട്. അതും ഇതുപോലെ നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്ത് വയ്ക്കാം. ഏത് ഫ്രൂട്ടിൽ വേണമെങ്കിലും സ്ക്വാഷും ജാമും ഒക്കെ തയ്യാറാക്കാമല്ലോ. ഒരല്പം ഒന്ന് മെനക്കെട്ടാൽ മാത്രമേ, മെനക്കേടെന്നൊന്നും പറയാനില്ല ആക്ച്വലി പറഞ്ഞാൽ. ഇതൊരു ചെറിയ ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കണുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച്. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി ആ ഒരു പതയുടെ സൈഡിലായിട്ട് ചെറിയൊരു കളർ ഡിഫറൻസിൽ ഇങ്ങനെ കുറച്ച് കാര്യം വരും. അതിപ്പോൾ ഇഞ്ചിയുടെ കുറച്ച് കറയുണ്ടാകും, അതുപോലെ പഞ്ചസാരയിലുള്ള എന്തെങ്കിലും അഴുക്കാണെങ്കിലും ഈ രീതിയിൽ മാറുന്നത്. അത് നമ്മളിങ്ങനെ സ്പൂണോ തവിയോ കൊണ്ട് ഇളക്കി മാറ്റിയാൽ മതി. ഒരുപാടൊന്നും ഉണ്ടാവില്ല, ഇത് കുറച്ച് കാണും.
ഞാനിപ്പോൾ തീ ഒന്ന് കുറച്ചു, ഒരു തിളയൊന്ന് കുറയ്ക്കാൻ വേണ്ടി. ഇതിപ്പോൾ ഏതാണ്ട് ഒരു നൂലാകാറായി വരുന്നു. അപ്പോൾ നല്ലൊരു കൊഴുത്ത ദ്രാവകമായി കഴിഞ്ഞു, നല്ലൊരു തിക്ക് സിറപ്പായി മാറിക്കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നാരങ്ങാനീരും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ച ഇഞ്ചിയുടെ പീസസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. നാരങ്ങയിൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കുരുവോ എന്തെങ്കിലും കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ അതിൻ്റെ അല്ലിയൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം കൂടി ചേർത്തിട്ട് അരിച്ച് മാറ്റും. പിന്നെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്ന സ്റ്റേജാണ് അത്. ആ ഒരു സിറപ്പിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പ്രിസർവേറ്റീവ് മിക്സ് ചെയ്തിട്ടാണ് എല്ലാത്തിൻ്റെ അകത്തേക്ക് അത് ചേർക്കുന്നത്. ആ പ്രോസസ്സും കൂടി ഞാൻ കാണിച്ചാൽ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ. അപ്പോൾ ഈ കൺസിസ്റ്റൻസി കാണുന്നുണ്ടല്ലോ, നല്ല തിക്ക് സിറപ്പാണ്. ഒരു നൂലായിട്ടില്ല, ഒരു നൂൽപ്പാകം വേണ്ട, അതിന് തൊട്ട് മുമ്പൊക്കെ ഉള്ളൊരു കൊഴുത്ത ദ്രാവകമായിട്ട് വരണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് പഞ്ചസാരയും വെള്ളവും പിന്നെന്താ നമ്മൾ ചേർത്തത്, അതിനകത്ത് ഇഞ്ചി അരച്ചത്, അത് ചേർത്തത് നന്നായിട്ടൊന്ന് തിളച്ച് അലിഞ്ഞ് ഒന്ന് കൊഴുത്താൽ മതി. അല്ലാതെ ഒരു നൂൽപ്പാകമൊന്നും ആകരുത്, അതിൻ്റെ ആ ഏരിയയിലേ പോകരുത്. കാര്യം തണുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് ക്രിസ്റ്റലൈസ്ഡ് ആയി പോകും. അങ്ങനെ പാടില്ല. കറക്റ്റായിട്ടൊരു കൊഴുപ്പ് പോലെ തോന്നില്ല, അതാണ് അതിൻ്റെ ഒരു പാകം. അതെ, ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങാനീര് ചേർക്കാൻ പോകണം. നോക്കിക്കോളൂ, ഇതൊരു 25 നാരങ്ങയുടെ നീരാണ് ചേർക്കാൻ പോണത്. നോക്കി ഇതിൻ്റെ പാകം കണ്ടല്ലോ, തണുത്തപ്പോഴും നല്ല കൊഴുപ്പ് മാത്രമേ ഉള്ളൂ, കട്ടിയൊന്നും ആയിട്ടില്ല. നല്ലൊരു സിറപ്പി. നാരങ്ങയുടെ നീരൊഴിക്കുന്നു. അപ്പോൾ നാരങ്ങാനീരിൽ കുറച്ച് അതിൻ്റെ അല്ലിയൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം കൂടി നമ്മളിനി അരിക്കുമ്പോൾ ഒന്നിച്ച് അരിച്ചാൽ മതി. എല്ലാം കൂടി ചേർന്ന് അരിച്ചെടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടാണ് നാരങ്ങാനീര് ചേർത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നാരങ്ങാനീര് ആസച്ച് അത് അരിച്ചിട്ടില്ല, ഇനി ഒന്നിച്ച് ചേർത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ അരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നല്ലതായിട്ട് മിക്സായി കഴിഞ്ഞു. ഇനി ഇത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരിപ്പയിലൂടെ അരിച്ചൊഴിക്കാം. ഒരു തരി പോലും താഴേക്ക് പോകരുത്, ആ രീതിയിൽ അരിക്കാം. തുണിയിലൂടെ വേണമെങ്കിലും അരിച്ചെടുക്കാം, മൽമൽ തുണിയിലൂടെ അരിക്കാം. ഇത് കംപ്ലീറ്റ് ഞാനൊന്ന് അരിച്ചോട്ടെ. അതിൻ്റെ കളറ് നോക്കിയേ, ഒരു ഗോൾഡൻ കളറ്, സ്വർണ്ണ നിറം. അങ്ങനെ നമ്മുടെ ജിഞ്ചർ ലൈം സ്ക്വാഷിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. കംപ്ലീറ്റ് അരിച്ച് കഴിഞ്ഞു. നാരങ്ങയുടെ അല്ലിയെല്ലാം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു. ദർ ഇസ് നോ തരി. നോക്കി എന്ത് നല്ല കളറല്ലേ, ഞാൻ ഗോൾഡൻ എന്ന് പറഞ്ഞില്ലേ. ഇതെന്താ വെച്ചാൽ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പൈനാപ്പിളിൻ്റെ ഒക്കെ സ്ക്വാഷിൻ്റെ കളറായി. അത്രയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓൾമോസ്റ്റ്. കാരണം ഇതിൽ ആ ഇഞ്ചിയും കൂടി ചേർന്ന് വരുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ. ഇത് പൊട്ടാസ്യം മെറ്റാബൈസൾഫൈറ്റാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. ഈ പ്രിസർവേറ്റീവ്സ് 2 തരമാണ്. ഇപ്പോൾ സോസ്, ജാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ക്വാഷ്, പിക്കിൾസ്, ഇതിനൊക്കെ പ്രിസർവേറ്റീവ് വയ്ക്കുമ്പോൾ സോഡിയം ബെൻസോഫൈറ്റും പിന്നെ അതുപോലെ സോഡിയം ബെൻസോഫൈറ്റും ചേർക്കാം, അല്ലെങ്കിൽ ഈ പൊട്ടാസ്യം മെറ്റാസൾഫൈറ്റ് ഇതിലേതെങ്കിലും ഒന്നാണ് ചേർക്കുന്നത്. ഇതിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം, പക്ഷേ ഞാനൊരു 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ എടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിനായതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഇതിൽ പ്രിസർവേറ്റീവ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എന്തായാലും ചേർക്കുകയാണ്. ഒരു ലാർജ് ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു പക്ഷേ സൂക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പ്രിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർക്കണം. അപ്പോൾ ഈ ഒരു സ്ക്വാഷിൽ നിന്നും കുറച്ചെടുത്ത് യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 1/4 ടീസ്പൂണാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കളറ് മാറി നോക്കി, കണ്ടോ, കളറ് മാറി. ആ പ്രിസർവേറ്റീവ് ചേർത്ത ഭാഗം ഇനി ഇതിലേക്ക് നമ്മൾ യോജിപ്പിക്കണം. ഒട്ടും തന്നെ തരിയില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ അരിച്ച് ചേർക്കണം. ടോട്ടലായിട്ട് സ്ക്വാഷിൻ്റെ കൂടെ അത് മിക്സ് ചെയ്യട്ടെ. കാണുന്നുണ്ടല്ലോ, അങ്ങനെ നല്ലൊരു ജിഞ്ചർ ലൈം സ്ക്വാഷ് ഈസ് റെഡി. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ
ഇതിൽ നിന്ന് ഒരു ഗ്ലാസിൻ്റെ കാൽഭാഗം ജ്യൂസ് ഇത് സ്ക്വാഷ് എടുക്കുക, ബാക്കി ഭാഗം ഒരു അരഭാഗത്തോളം വെള്ളം നിറയ്ക്കുക, എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക, അല്ലെങ്കിൽ 3/4 ഭാഗത്തോളം ഐസ് വാട്ടർ ഒഴിക്കുക. തണുപ്പിച്ച് കഴിക്കണം എന്നുള്ളവർക്ക്, അല്ലെങ്കിൽ ഒക്കെയാണ്. കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, ടേസ്റ്റി. അപ്പോൾ ഇനി ഇത് നല്ല എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ള കുപ്പികളിലേക്ക് മാറ്റി അടച്ച് സൂക്ഷിച്ചാൽ മതി. ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഇത് പ്രിസർവേറ്റീവ് ഇല്ലാണ്ടും നമുക്ക് വെക്കാം. പ്രിസർവേറ്റീവ് ചേർത്തിരിക്കുന്നതുകൊണ്ട് പുറത്ത് വെച്ചാലും ഒരു കുഴപ്പമില്ല, കേടാകാണ്ടിരിക്കും. യെസ്, സോ റെഡി. അപ്പോൾ നമ്മുടെ സ്ക്വാഷ് ഈസ് റെഡി. സമ്മറിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണിത്. ഇനി ഇത് കുപ്പിയിലേക്ക് മാറ്റിയാൽ മതി. ഞാൻ കുപ്പിയിലും കൂടെ മാറ്റിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ? ഈസിയാണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. പ്ലീസ് ടു ട്രൈ, ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമാവുന്ന മാത്രമല്ല യൂസ്ഫുൾ ആയിരിക്കുകയും ചെയ്യും. കുട്ടികൾക്കെല്ലാം ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ്, ഇതിലിപ്പോൾ പ്രിസർവേറ്റീവ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇല്ലാതെ നമ്മൾ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അല്ലാത്ത പക്ഷമാണ് ഞാൻ പ്രിസർവേറ്റീവ് ചേർക്കുന്ന കാര്യം. അതിൻ്റെ ഒരു ഡെമോ ആയിട്ടാണ് ഞാൻ ഇതിൽ കുറച്ച് ചേർത്തത്. അപ്പോൾ ഒരു അനുപാതം 25 നാരങ്ങയുടെ നീരെടുത്ത് ഈ ഒരു പ്രൊപ്പോർഷനിൽ 1/4 ടീസ്പൂൺ ചേർത്തു. ഡബിളാവുമ്പോൾ 50 നാരങ്ങയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കണം, 100 നാരങ്ങയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കണം. പ്രിസർവേറ്റ് അങ്ങനെയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഞാനിതെല്ലാം ഒന്ന് കുപ്പിയിലാക്കിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ജിഞ്ചർ ലെമൺ സ്ക്വാഷ്, ജിഞ്ചർ ലൈം, അത് നല്ല തണുത്ത് സെറ്റായിരിക്കണം. അതിന് ബോട്ടിലേക്ക് മാറ്റാം. ഇത് 2 നല്ല ബോട്ടിലാണ്, 750 ml 2 ബോട്ടിൽ കഴുകി ഉണക്കി വൃത്തിയാക്കിയതാണ്. കളർ നോക്കിയേ, ഇതാണ് നമ്മുടെ ജിഞ്ചർ ലൈം സ്ക്വാഷിൻ്റെ കളർ. $750 ഒരു ബോട്ടിൽ നിറഞ്ഞു കഴിയും. നോക്കിയാൽ നല്ലൊരു നെല്ലിക്കയുടെ ഒരു നിറമല്ലേ വന്നിരിക്കുന്നത്. എന്ത് ഭംഗിയുള്ളൊരു കളറല്ലേ, സോ ബ്യൂട്ടിഫുൾ. ഒരു സെക്കൻഡ് ബോട്ടിൽ. അങ്ങനെ 2 കുപ്പി നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത്രയും ബാക്കിയുണ്ട്. ഇതിൽ നിന്നും കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് ഞാനൊന്ന് കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് അറിയാൻ പറ്റും. ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ടേസ്റ്റ് കിട്ടണം. അതാണ് എൻ്റെ സന്തോഷം. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അതേ ടേസ്റ്റ് ഡയറക്റ്റായിട്ട് അനുഭവിക്കുകയും ചെയ്യാം. അപ്പോൾ എളുപ്പമല്ലേ, എന്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആരെയും പേടിക്കാണ്ട് പ്യുവറായിട്ട് നമുക്ക് വീട്ടിൽ കടയിൽ നിന്നൊന്നും വാങ്ങാണ്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത തന്നെയാണ്. ധൈര്യമായിട്ട് കുട്ടികൾക്കെല്ലാം കൊടുക്കാം. ഓക്കെ, അപ്പം ഇനി ടേസ്റ്റ് ഒരു ഗ്ലാസ്സിലേക്ക് അല്പം എടുക്കുന്നു. ഓക്കെ, 1/4 കപ്പോളം എടുത്തു. എനിക്ക് തണുത്ത വെള്ളം പറ്റില്ല, എൻ്റെ തൊണ്ട ശരിയായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു. നോ ഐസ് വാട്ടർ ഓർ നോ ഐസ് ക്യൂബ്സ്. ഇതാണ് കളറായിട്ട് വരുന്നത്. നല്ല ശുദ്ധമായ ജിഞ്ചർ ലൈം ജ്യൂസ്. സോ റിഫ്രഷിങ്. ഐസ് ഇല്ലാണ്ട് തന്നെ ഒരു കുളിര് തോന്നുന്നു ഉള്ളിലേക്ക്. വേനൽക്കാലത്തേക്ക് പറ്റിയായിട്ടാണ്. ഉണ്ടാക്കാൻ മറക്കണ്ട, തീർച്ചയായിട്ടും കിടിലമായിരിക്കും. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കുട്ടികൾക്കെല്ലാം ധൈര്യമായിട്ട് കൊടുക്കാം. ചൂടിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാം. വൈറ്റമിൻ സി ആണല്ലോ നമ്മുടെ നാരങ്ങാ നീര്, ഇഞ്ചി, എല്ലാ രീതിയിലും ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരണം, കമൻറ്റ് ബോക്സിലേക്ക് ഓടി വരിക. ഓക്കെ, അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.